ദ്രവൻ, ഈ ഇ ഡി റെയ്ഡിനെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? തീർച്ചയായും മനു, ആ ഇ ഡി റെയ്ഡിനെ സംബന്ധിച്ച് കോൺഗ്രസ് എടുക്കുന്നുണ്ട് നയസമീപനമുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കുള്ള മറുപടിയിൽ നിന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയും മറിച്ച് ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ മെരിറ്റിലേക്ക് മാത്രമാണ് അദ്ദേഹം കടന്നത്. അത് സംബന്ധിച്ച് ആവർത്തിച്ച് 13 തവണ ഈ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദ്യം സംബന്ധിച്ച് ആദ്യം അദ്ദേഹം മറുപടി പറയുകയായിരുന്നു. അതിനുശേഷം ഇ ഡി റെയ്ഡിൻ്റെ 2 ദിവസത്തിന് ശേഷം നിരന്തരം മുഖ്യമന്ത്രി വി ഡി സതീശനോട് മാധ്യമങ്ങൾ അഭിപ്രായം ആരാഞ്ഞിരുന്നു. അപ്പോഴൊന്നും അദ്ദേഹം ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയിരുന്നില്ല. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് താൻ എന്താണ് മറുപടി പറയേണ്ടത്, എപ്പോഴാണ് മറുപടി പറയേണ്ടത് എന്ന കാര്യത്തിൽ തനിക്ക് അതിനുള്ള അവകാശമുണ്ട്. തനിക്ക് അതിനുള്ള അവകാശമെങ്കിലും മാധ്യമങ്ങൾ വിട്ടുതരണം. ഈ കാര്യം ഒരു സംഭവം വരുമ്പോൾ അതിന് പഠിക്കാനുള്ള സമയമുണ്ട്. അതിന് എന്താണ് സംഭവം ഉണ്ടായത് എന്ന കാര്യം വിലയിരുത്താനുള്ള സമയം വേണം. അതിന് വേണ്ടിയിട്ടാണ് താൻ ആ സമയമെടുത്തത്. അതിനെ ആവർത്തിച്ച് ഓരോ സമയവും തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അകത്തേക്ക് കയറുമ്പോൾ, കുളിച്ചിട്ടിറങ്ങുമ്പോൾ, അങ്ങനെയൊക്കെയാണ് മുഖ്യമന്ത്രി ആ കാര്യത്തെ ലഘൂകരിച്ച് കണ്ടത്. പക്ഷേ ഒരു കാര്യം മാധ്യമങ്ങൾ പ്രസക്തമായൊരു ചോദ്യം ചോദിച്ചു. അത് കോൺഗ്രസിൻ്റെ ദേശീയ നയമാണോ എന്ന ചോദ്യം. അതിൽ വ്യക്തമായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് അദ്ദേഹം മറുപടി പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ തന്നെ താൻ ഉന്നയിച്ച കേസാണ്. അതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. നമ്മളെ സംബന്ധിച്ച് അവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു ന്യായീകരണം, ഒരു സെൻട്രൽ ഏജൻസി റെയ്ഡിന് വരുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് അത് പാടില്ല എന്ന് പറയാൻ പറ്റുമോ എന്നതാണ്. അതൊന്നും നമ്മുടെ ചോദ്യമല്ല. കോൺഗ്രസിനൊരു ദേശീയ നയമുണ്ടല്ലോ ഇ ഡിയെ കുറിച്ച്. ആ നയം, ആ നിലപാട് താങ്കൾക്ക് ഈ വിഷയത്തിലുണ്ടോ എന്നത് മാത്രമാണ് പ്രശ്നം. ആ രാഷ്ട്രീയ ചോദ്യം മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത്. അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ വി ഡി സതീശൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും ഞാൻ അതിലേക്കാണ് സൂചിപ്പിച്ചത്. കാരണം കോൺഗ്രസിൻ്റെ ദേശീയ നയം അനുസരിച്ച് കോൺഗ്രസ് ഇതര നേതാക്കൾക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസികളെ നിരന്തരം വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന വിമർശനം കോൺഗ്രസിന് ദേശവ്യാപകമായിട്ടുണ്ട്. തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ കർണാടകയിലടക്കം സമാനമായി കോൺഗ്രസിന് അതേ അഭിപ്രായമുള്ളത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ആ അഭിപ്രായത്തിനൊപ്പമല്ല കേരളത്തിലെ UDFും കോൺഗ്രസും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 13 തവണ ചോദിച്ചതിനെ സംബന്ധിച്ചുള്ള സാങ്കേതിക കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി, എന്നാൽ അതിനൊപ്പം തന്നെ ചോദിച്ച കോൺഗ്രസിൻ്റെ ദേശീയ നയം ഇത് തന്നെയാണോ, ഇ ഡിയെ കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതാണോ നയം എന്ന ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് പകരമാണ് ഈ കേസിൻ്റെ മെരിറ്റിലേക്ക് കടക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഈ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ ഈ സമാനമായ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള പ്രക്ഷോഭമോ പ്രകടനമോ ഒന്നും നടത്തിയില്ല. പൂർണ്ണമായി അന്വേഷണത്തിനോട് സഹകരിക്കുകയാണ് ദേശീയ നേതാക്കൾ ചെയ്തത്, കോൺഗ്രസിൻ്റെ നേതാക്കൾ ചെയ്തത് എന്ന തരത്തിലുള്ള വിശദീകരണവും അദ്ദേഹം നടത്തി. പക്ഷേ അതല്ല വസ്തുത. കാരണം ദേശവ്യാപകമായി കോൺഗ്രസ് പലയിടത്തും പ്രതിഷേധ പ്രകടനം നടത്തി, ട്രെയിനുകൾ തടഞ്ഞു, കാറുകൾ കത്തിച്ചു. അതൊക്കെ കേരളത്തിൽ ഇന്ത്യയിൽ രാജ്യവ്യാപകമായി ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് ഇത്തരം കാര്യങ്ങളെ പരമാവധി വിസ്മൃതിയിലാക്കുകയും മറുഭാഗത്ത് ചോദ്യങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടി ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്നൊരു പൊതുരീതിയാണ് ഇക്കാര്യത്തിലും മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ സ്വീകരിച്ചത്. അതിൽ സാങ്കേതിക കാര്യങ്ങൾ മാത്രം പറയുമായിരുന്നു, കേസിൻ്റെ മെരിറ്റുമായി ബന്ധപ്പെട്ട കാര്യം പറയുമായിരുന്നു. പ്രതിപക്ഷം എന്ന നിലയിൽ സഭയിൽ ഉന്നയിച്ച കാര്യമാണ്. ഒപ്പം തന്നെ നമ്മൾ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട് മനു. കാരണം ഈ പറഞ്ഞ സമാനമായ കേസിൽ, ഇ ഡി അന്വേഷിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്തവ്യവുമായി ബന്ധപ്പെട്ട വിവാദ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൽ അന്ന് തന്നെ ഇതിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ അതിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കളെ സംബന്ധിച്ച പരാമർശമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഇന്ന് മന്ത്രിസഭയിലുണ്ട്. അത് സംബന്ധിച്ച ആ ചോദ്യത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ലാഘവത്തോടെ ലഘൂകരിക്കുകയായിരുന്നു. അത് രേഖാമൂലം 2 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെൻറ്റിനെ കുറിച്ച് ആണ് അന്വേഷിക്കുന്നത്. മറിച്ച് ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പണം കൈപ്പറ്റിയത് അത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ, അത് എന്തിനു വേണ്ടിയാണ് ഈ കരിമണൽ കമ്പനി ഈ രമേശ് ചെന്നിത്തലയ്ക്കും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും പണം നൽകിയത്? അദ്ദേഹത്തിനൊപ്പം മന്ത്രിസഭയിലുള്ള 2 മന്ത്രിമാരാണ്. അതിനെ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായി കമ്പനികളിൽ നിന്ന് പണം വാങ്ങിക്കുക സ്വാഭാവികമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിൽ പണം വാങ്ങിക്കാറുണ്ട്. അത് എനിക്ക് കൂടി അറിയാവുന്ന തൻ്റെ മണ്ഡലത്തിനടുത്തുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ നിന്ന് നിരവധി പേർ അത്തരത്തിൽ സംഭാവന വാങ്ങിയിട്ടുണ്ട് എന്ന തരത്തിൽ അതിനെ ലഘൂകരിക്കുന്ന മറുപടിയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ചോദ്യങ്ങളിൽ നിന്ന് മറുപടിയായി ലഭിച്ചത്. മനു.